കൂടി കൊടുത്തു. എന്താ അമ്മ, ഇന്ന് ഫുൾ കലിപ്പാണല്ലോ. നിനക്കൊന്ന് നേരത്തെ എഴുന്നേറ്റൂടെ ചാരു? സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞു. ഈ നേരത്തെ ഏതേലും പെൺകുട്ടികൾ എഴുന്നേൽക്കുമോ? വരണ്ടായിരുന്നു, പരാതി തുടങ്ങി. ഇതിപ്പോൾ അടുത്ത കാലത്തൊന്നും കഴിയില്ല. ചായ എടുത്ത് പിടിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല, കേട്ടില്ല രാമനാരായണ എന്ന പോലെ ടി വിയിൽ മുൻപിൽ ചെന്നു. ചാനലുകൾ മാറി മാറി വെച്ചു. ഏഷ്യാനെറ്റ് വെച്ചപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉഫ്, എന്നെ ലുക്കാണെന്ന സായിക്ക്. എൻ്റെ മഹാദേവ, ഈ ചെക്കനെങ്കിലും ഒന്ന് സെറ്റാക്കി തരണം. ഇവനെ എങ്ങാനും കെട്ടിയാലേ കല്യാണത്തിന് മോഹൻലാൽ വരുമല്ലോ, പൊളിക്കും. ഷെയർ ചാറ്റിലൊക്കെ ട്രെൻഡിങ് ആയിട്ട്. സായി വിഷ്ണുവിൻ്റെ കല്യാണം കഴിഞ്ഞു. വധു ഈ ഞാൻ. ഭാസ്കരൻ്റെയും ഭവാനിയുടെയും ഒരേ ഒരു മകൾ ചാരുലത, 18 വയസ്സ്, സുന്ദരി, സൽസ്വഭാവി. ഷോ, ഓർക്കുമ്പോൾ തന്നെ കുളിര് കോരുന്നു. ആരും പേടിക്കണ്ട, ചാരു തന്നെ പാടിയ പാട്ടാണത്. അച്ഛൻ്റെ കാൽ പിടിച്ച് ആ പാട്ട് കോളിംഗ് ബെല്ലാക്കി സെറ്റ് ചെയ്തു. ഇതൊക്കെ എന്ത്, വെറും ട്രയൽ. ചാരു, ആരാ വന്നേ നോക്കിയേ? എനിക്കൊന്നും വയ്യ, അമ്മ തന്നെ നോക്കിയാൽ മതി. ചാരു, ഞാൻ ഇവിടുന്ന് വന്നാൽ നിനക്ക് കിട്ടും കേട്ടോ. അമ്മയുടെ ഭീഷണിക്ക് മുൻപിൽ ചാരു അവിടെ എഴുന്നേറ്റ് കയ്യിലുണ്ടായിരുന്ന മിച്ചറും എടുത്ത് വായിൽ കുത്തിക്കയറ്റി. വാതിൽ തുറന്നതും ഉമ്മറത്തൊരു സുന്ദരനും സുമകനുമായൊരു ചെറുപ്പക്കാരൻ. ആരാ? ഭാസ്കരൻ സാറിൻ്റെ വീടല്ലേ ഇത്? അതേലോ, നിങ്ങളാരാ? നിങ്ങൾ വന്നോ? എന്താ അവിടെ തന്നെ നിന്ന്? കയറിയിരിക്കൂ. പറമ്പിൽ നിന്ന് കയറി വരുന്ന അച്ഛൻ്റെ വർത്താനം കേട്ടപ്പോൾ മനസ്സിലായി പരിചയമുള്ള ആളാണെന്ന്. അച്ഛൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം അടുക്കളയിലേക്ക് വലിഞ്ഞു. ആരാ അമ്മേ വന്നേക്കുന്നേ? അത് ഞങ്ങളുടെ മോളെ പെണ്ണ് കാണാൻ വന്നതാ ചാരു. ഓ ആണോ? മിച്ചറും വായിലിട്ട് തിന്നപ്പോഴാണ് അമ്മ പറഞ്ഞതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനസ്സിലായത്. ഞങ്ങളുടെ മോളെന്ന് പറയുമ്പോൾ ഞാനല്ലേ അവരുടെ മോള്? അപ്പോൾ അവർ വന്നത് എന്നെ കാണാൻ? അയ്യോ, എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ പോയേ. ആലോചിച്ച് തീർന്നില്ല, അച്ഛൻ്റെ വിളി വന്നു. മോളെ ചാരു, ഇങ്ങോട്ട് വാ. ഓ വരൂ, വാ. നാണിച്ചു പോണോ? ഏയ് വേണ്ട, നാളെ എന്താണെന്ന് അറിഞ്ഞാലല്ലേ അങ്ങനെ പോവാൻ പറ്റൂ. സാധാരണ പോലെ തന്നെ പോവാലോ. ചാരു വന്ന് സെക്കൻഡ് കോള് വന്നു. അഴിച്ചിട്ട മുടി ഒന്ന് ഒതുക്കിയിട്ട് ചാരു പതിയെ മായാമോഹിനിയിലെ ദിലീപ് മാമൻ നടന്ന പോലെ നടന്ന ഹാളിലേക്കെത്തി. ഇതാണ് കുട്ടി, ചാരുലത എന്ന പേര്. ചാരു എന്ന് വിളിക്കും. ചാരുവിൻ്റെ അച്ഛൻ ഭാസ്കരൻ എന്ന ബാസി മകളെ വന്നവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി. പറഞ്ഞതിന് ഉത്തരമായിട്ട് സോഫയിലിരിക്കുന്ന അമ്മ, നമ്മുടെ ചാരുവിൻ്റെ അമ്മായിമ്മ, പുഞ്ചിരി തൂകി. തൊട്ടപ്പുറത്ത് ഇത് ഒന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിൽ ചാരുവിൻ്റെ അമ്മായി അച്ഛൻ ചാരുവിൻ്റെ മിച്ചറിരുന്ന് കുത്തിക്കയറ്റുന്നു. ചാരുവിൻ്റെ ഭാവി കെട്ടിയോൻ ഫോണിലിരുന്ന് കുത്തി കളിക്കുന്നു. കുട്ടികൾക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ ആവാം. ചാരുവിൻ്റെ അമ്മ ഭവാനി എന്ന ഭവി ഉത്തരവിറക്കി. കെട്ടിയോൻ ഫോണും പിടിച്ച് മാവിൻ്റെ ചോട്ടിൽ ചെന്ന് നിന്നു. പുറകെ ചാരുവും. മണലിൽ കാലുകൊണ്ട് ABCD എഴുതുന്ന ചാരുവിനെ കണ്ടപ്പോൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശബ്ദമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ശബ്ദം പതിയെ ഒന്ന് ഉയർത്തി പറഞ്ഞു. കുട്ടിയുടെ പേരെന്താണ്? മൈ നെയിം ഈസ് ചാരുലത CB. അറിയാൻ വേണ്ടി ചോദിച്ചതാ. മണ്ണിൽ കളം വരയ്ക്കാൻ കണ്ടപ്പോൾ വിചാരിച്ചു കുഴിയാൻ എന്നാണ് പേരെന്ന്. ഇയാൾക്കൊരു പിരി കൂടുതലാണല്ലോ. ശരിയാക്കാം. എന്നെക്കുറിച്ച് തനിക്ക് എന്തേലും അറിയോ മിസ് ചാരുലത? എന്നെ പെണ്ണ് കാണാൻ വന്നതല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ നെയിം, ജോബ്, എക്സെട്ര. അതറിയാനല്ലടോ ഞാനിവിടെ നിൽക്കുന്നേ. ഇവൾക്ക് ഒരു 2 കൂടുതലാണോ? സമയമാവട്ടെ, ഒടിക്കാം. എൻ്റെ പേര് ബദ്രിനാഥ്, ആക്ടർ ആൻഡ് മോഡലാണ്. പിന്നെ എൻ്റെ അച്ഛൻ ശ്യാം, അമ്മ ശ്രീദേവി, ഹോസ്പിറ്റൽ നടത്തുകയാണ്. ഇയാളോ ആക്ടറോ? വിശ്വസിച്ചു. മോഡൽ എന്ന് പറയുമ്പോൾ ഈ അകത്തിരുന്നത് പുറത്ത് കാണിച്ചു നിൽക്കുന്ന മോഡലാണോ ചേട്ടാ? എന്താന്ന്? ജെട്ടിയില്ലേ അതിൻ്റെ? ചെറുതായിട്ട്. തനിക്കെന്നെ ഇഷ്ടമായോ എന്നറിയില്ല. എന്നോട് താൻ ചോദിച്ചില്ലല്ലോ ഇഷ്ടമായോ എന്ന്. എന്നാൽ ഇപ്പം ചോദിച്ചു. ഈ മസിലൊക്കെ ഉള്ളതാണെങ്കിൽ എനിക്കിഷ്ടമായി. അപ്പോൾ ഇവൾ എത്ര നേരം എൻ്റെ മനസ്സിലാണ് നോക്കിക്കൊണ്ടിരുന്നേ. കഴിഞ്ഞില്ലേ മക്കളെ വർത്തമാനം? അടുത്ത ആഴ്ച നിശ്ചയം തീരുമാനിച്ചു. മോളെ എനിക്കിഷ്ടമായിട്ടോ. അമ്മായിമ്മ ശ്രീദേവി എന്ന് ശ്രീയമ്മ പറഞ്ഞ് ചാരു നിറപുഞ്ചിരിയോടെ ഉത്തരം നൽകി. പക്ഷേ അവളുടെ കണ്ണുകൾ പോയത് അവരുടെ കഴുത്തിലെ മാലയിലേക്കാണ്. യാത്ര പറഞ്ഞ് എല്ലാവരും ഇറങ്ങിയതും ചാരു വേഗം അകത്തേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് ഭവ്യമ്മ സ്വന്തം കെട്ടിയോൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അഴിഞ്ഞു പോയേക്കാവുന്ന മുണ്ടുടുത്ത് നിന്ന ഹതഭാഗ്യനായ പിതാശ്രീ ഒരു വിധത്തിൽ മാനേജ് ചെയ്തു. അമ്മാതിരി വലിയായിരുന്നു കയ്യിൽ പിടിച്ചു വലിച്ചത്. ഭവി, ഇത് ഞാനൊന്ന് ഉടുക്കട്ടെ? ഉടുക്കലും മടക്കലൊക്കെ പിന്നെ. എൻ്റെ മോള് കരഞ്ഞോണ്ടാ ഓടിയത്. അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമായി കാണില്ല. പോയി നോക്കാം, വാ.
മകളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പോയ അച്ഛനും അമ്മയും കാണുന്നത് ജിലേബിയായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന മോളിയാണ്. നിങ്ങൾക്ക് വേണോ? കയ്യിൽ പറ്റിയ ജിലേബി നക്കി തുടച്ചുകൊണ്ട് നിഷ്കുവായി ചാരു ചോദിച്ചു. അച്ഛനും അമ്മയും ഇവൾക്ക് ജന്മം നൽകാൻ തോന്നിയ നിമിഷത്തെ പഴിച്ചു. പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ അമ്മയുടെ വക മരുമകൾ പുരാണം തുടങ്ങി. എന്ത് നല്ല കുട്ടിയാ, ഒരു സുന്ദരി കൊച്ച്. നിന്റെ ഭാഗ്യമാണോ കൊച്ച്? ഭാഗ്യമാണോ കുരിശാണോ എന്ന് വഴിയേ അറിയാം. ഡാ മോനെ, നിനക്ക് ഇഷ്ടമായില്ലേ കൊച്ചിനെ? ഇഷ്ടമൊക്കെ ആയി അച്ഛാ. എന്തേലും മാറ്റമുണ്ടേ ഇപ്പോൾ പറഞ്ഞു. എനിക്ക് മാറ്റമൊന്നുമില്ല. സ്റ്റെപ്പ് ഇറങ്ങി നേരെ എൻ്റെ റൂമിലേക്ക് വിട്ടു. എല്ലാവരുടെയും വീട്ടിൽ സ്റ്റെപ്പ് മുകളിലേക്കാണെങ്കിൽ ഇത് താഴേക്കാ. ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത്? 2ാം നില ഭൂമിക്ക് സമാനമായിട്ടാണ് ഉള്ളത്. കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും അതാണ് ഫസ്റ്റ് ഫ്ലോർ എന്ന്. എന്നാലല്ല, 1ാമത്തെ നിലയിൽ സ്വിമ്മിംഗ് പൂളും ജിം, എൻ്റെ റൂമും പിന്നെ ചെറിയൊരു മിനി ബാറും. 2ാം നിലയിൽ കാർ പാർക്കിങ്ങും ലിവിംഗ് ഏരിയയും ഡൈനിങ് ഹാളും അച്ഛൻ്റെയും അമ്മയുടെയും കൺസൾട്ടിംഗ് റൂമും പിന്നെ അടുക്കള. 2ാം നില ചുറ്റും കൃഷി, പൂവ്. പിന്നെ ഉള്ളത് 3ാം നില. അവിടെ വിശാലമായ ഒരു ഹാളാണ്. ഫുൾ ഗ്ലാസ് കൊണ്ട് മറച്ചിരിക്കുന്നു. 1ാം നില പോലെ തന്നെ. എൻ്റെ മുറിയിലേക്ക് വന്ന ആദ്യം തന്നെ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ്. അതിൻ്റെ അടുത്തായിട്ട് റോസ്, മുല്ല, അതിൻ്റെയൊക്കെ ചെറിയ ഗാർഡൻ. അലക്സ എപ്പോഴും ഓരോ സോങ് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. റൂമിലേക്ക് കാലെടുത്ത് വെച്ചില്ല, അപ്പോഴേക്കും അലക്സയുടെ ശബ്ദം അവിടെ മുഴങ്ങി. പാട്ട് കേട്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചില്ല, അപ്പോഴേക്കും കേട്ടു പരട്ട തെണ്ടിയുടെ ചീവിട് പോലുള്ള ശബ്ദം. പരട്ട ബദ്രി തെണ്ടി ചെറ്റേ. ഡാ മതി, വിളിക്കുമ്പോൾ നിനക്ക് ചീത്ത പറയാൻ ഞാൻ ആര്? നിന്റെ കെട്ടിയോളോ? കെട്ടിയോളിൻ്റെ അടുത്ത് പറയാൻ പറ്റൂല. അതല്ലേടാ ഞാൻ അവളുടെ ഏട്ടനിങ്ങനെ ചീത്ത വിളിക്കുന്നേ. എൻ്റെ പെങ്ങളുടെ കെട്ടിയോനായിപ്പോയി. അല്ലേ നീ എന്നെ പിടിച്ച് വിഴുങ്ങോ? ഡാ പറയുന്നേ. എന്താടാ പട്ടി നിന്റെ പ്രശ്നം? നിന്റെ പെങ്ങളില്ലേടാ, എൻ്റെ ഭാര്യ. അവൾ എന്നെ ചേരവയ്ക്ക് തടിച്ചൂടാ. എൻ്റെ അമ്മ കണ്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 10 സ്റ്റിച്ചുണ്ട് എൻ്റെ തലയിൽ. അല്ല, എന്തിനാ അവൾ അടിച്ചേ? അത് പിന്നില്ലടാ, ഞാൻ എൻ്റെ മുണ്ടാണെന്ന് വെച്ചിട്ട് അവളുടെ മിടിയെടുത്തെടുത്തു. അത്രേ ഉള്ളൂന്നോ? അത് പോട്ടെ, നിന്റെ ഭാവി കെട്ടിയോൾ എങ്ങനെയുണ്ട്? നല്ല കുട്ടിയാ, സ്വഭാവം കുറച്ച് ശരിയാക്കാനുണ്ട്. ആക്കിക്കോ, അവസാനം എൻ്റെ ഗതി വരല്ലേ അളിയാ. നീ ചോദിച്ച് വാങ്ങിച്ചതല്ലേ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. ആയിക്കോട്ടെ, ഞാൻ എന്നാ വെക്കുവാ? ഡാ, നാളെ ഒരു ആഡ് ഷൂട്ടുണ്ട്. മോളെ ചാരു. എന്താച്ചാ? മോൾക്കിനി പഠിക്കാൻ ആഗ്രഹമുണ്ടേ. നിശ്ചയത്തിൻ്റെ അന്ന് പറയണം കേട്ടോ. പോയി, സന്തോഷം ഫുള്ള് പോയി. പഠിക്കാനോ? അതും ഞാൻ വേണ്ടായിരുന്നു, ഇത് പറയണ്ടായിരുന്നു. ആലോചിക്കട്ടെ അച്ഛാ. അച്ഛൻ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ചോദിച്ച വിഷമത്തിൽ ചിക്കൻ കാല് കടിച്ചു പറിച്ചു. വഴിതെറ്റി ജാതിയുടെ മുകളിൽ കയറിയിരുന്ന കോഴി ജനാല വഴി കാഴ്ച കണ്ടപ്പോൾ, എൻ്റെ കോഴി ദൈവങ്ങളെ, ഇതൊന്നും കാണാൻ വയ്യോ. ഇവിടുന്ന് വേഗം രക്ഷപ്പെടണം, അല്ലേ ഞാനായിരിക്കും ഇവളുടെ അടുത്ത ഇര. റൂമിൽ കയറി ഡോറടച്ചപ്പോൾ തൊട്ട് ചാരു ഫോണിൽ കാണുകയാണ്. കിട്ടിപ്പോയി. രാത്രി 12 മണിക്ക് മോളുടെ റൂമിൽ നിന്ന് ബഹളം കേട്ട് അച്ഛനും അമ്മയും അവിടേക്ക് പ്രസൻ്റായി. എന്താ മോളെ ഒച്ച വെച്ചേ? എന്താ പറ്റി എൻ്റെ കൊച്ചിന്? എനിക്കെന്ത് പറ്റാൻ? പിന്നെ ബഹളം വെച്ചത്? അത് പിന്നെ അമ്മ, ഫോണിലെ റേഞ്ച് വന്നു, ആ സന്തോഷത്തിൽ. ഞങ്ങളങ്ങ് പേടിച്ചോലെ മോളെ. ഉറക്കം പോയി കിട്ടി. ഉറക്കം പോയോ? എന്ന് രണ്ടും ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക്. ചാരു വേഗം അമ്മയ്ക്കും അച്ഛനും ഇരിക്കാൻ സ്ഥലം കൊടുത്തു. എന്താ മോളെ കാര്യം? കയ്യിലിരിക്കുന്ന ഫോൺ അച്ഛനും അമ്മയ്ക്കും നേരെ അങ്ങ് നീട്ടിപ്പിടിച്ചു. ഇവർ നോക്കുമ്പോൾ ഏതാ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരുന്ന് ചിരിക്കുന്നു. ഇതാരാ മോളെ? മോളുടെ ഫ്രണ്ടാണോ? ഏയ്, എൻ്റെ ആരുമല്ല. പിന്നെന്തിനാ ചാരു ഈ കൊച്ചിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നേ? എൻ്റെ അമ്മ, ഈ പെണ്ണിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയാണ് ഇന്ന് വന്ന അമ്മയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ഇവളുടെ അടുത്തുനിന്ന് അടിച്ചു മാറ്റിയിട്ടതാവും ആ മാലയെന്ന്. ഭവിങ് പോരെ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അച്ഛനും അമ്മയും വേഗം തന്നെ സ്ഥലം വിട്ടു. ആ മാല അടിച്ചു മാറ്റിയത് തന്നെയാ. അല്ലെങ്കിൽ ഈ പെണ്ണ് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ആ മാല ഇട്ടില്ലല്ലോ. പെണ്ണ് കരയുകയും ചെയ്തു. ചാരു സീരിയൽ നോക്കി പറഞ്ഞു. നിശ്ചയത്തിന് വരുമ്പോൾ ചോദിക്കാം, അതാ നല്ലത്. അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ചാരു മയങ്ങി. അവൾ മയങ്ങിപ്പോയി, ഉറക്കത്തിൻ്റെ മടിത്തട്ടിൽ മയങ്ങിപ്പോയി. ഇതേ സമയം ഒരു 2 നില വീട്. ലൈറ്റെല്ലാം ഓഫാണ്. ഫുൾ ഇരുട്ട്. ചന്ദ്രൻ്റെ വെട്ടം മാത്രം അവിടെ തങ്ങി നിൽക്കുന്നു. പെട്ടെന്ന് ഒരു മുറിയിൽ ചീവീടിൻ്റെ ഒച്ചയിൽ ഒരു ശബ്ദം. ആരും പേടിക്കേണ്ട, ആ ഒച്ച നമ്മുടെ ബദ്രിയുടെ അളിയച്ചാര് കം ഫ്രണ്ട് ജീവയുടെയാണ്. കെട്ടിയോനാണ് പോലും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മനുഷ്യ. ഭാഗ്യം ഇവള് ഞാനൊരു മനുഷ്യനാണെന്ന് സമ്മതിച്ചല്ലോ.
ഡോ പരട്ട തലയാ, നോക്കടോ, നോക്ക്, എൻ്റെ ഫോണിലേക്ക് നോക്ക്. സ്റ്റിച്ചിട്ട തല ജസ്റ്റ് ഒന്ന് ചെരിച്ചുകൊണ്ട് ജീവമോന് ഫോണിലേക്ക് നോക്കി. ഹായ്, ഇത് ഞാനല്ലേ ബാലേ? നല്ല ലുക്കുണ്ടല്ലോ എന്നെ കാണാൻ. ഇത് ഏത് ഷോയുടെ നോക്കട്ടെ, ആ ഫോണിങ്ങ് തന്നേ. ബാലയുടെ കയ്യിൽ നിന്ന് ഫോണ് വാങ്ങി സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിക്കൊണ്ട് ജീവ ഇരുന്നു. എന്നാൽ ഇതൊന്നും ദഹിക്കാതെ കയ്യിൽ കെട്ടിയ പില്ലോ കയ്യിൽ പിടിച്ച് ബാലയും. ഇത് നമ്മുടെ സിംഗർ സ്റ്റാർ പ്രോഗ്രാമിൻ്റെയാണ് ബാലെ. ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തോ ആവോ? എനിക്കൊരു കാര്യം അറിയണം. എന്താ ബാലുട്ടി, മോള് പറ, ഏട്ടൻ പറയാന്നേ. ജീവയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവൻ്റെ കഴുത്തിൽ കൈയിട്ട് മുറുക്കിക്കൊണ്ട് ബാല അവനോട് ചേർന്നിരുന്നു. അസ്വാഭാവികത ഒന്നും തോന്നാത്തത് കൊണ്ട് ജീവയുടെ മനസ്സിൽ ഒരു റൊമാൻസിനുള്ള സ്വപ്നങ്ങളെല്ലാം നെയ്തുകൂട്ടി പ്യാവം. എന്തിന്, ജനിക്കാൻ പോണ കുട്ടിയുടെ പേര് വരെ കണ്ടെത്തി. സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കൊക്കെ തടസ്സം നിർത്തിക്കൊണ്ടാണ് ബാലയുടെ കയ്യിൽ കഴുത്തു മുറുകിയത്. നോക്കടൂ, കണ്ണു തുറന്ന് നോക്കടൂ, തൻ്റെ കയ്യിൽ തൂങ്ങി നിൽക്കുന്ന റായലക്ഷ്മിയെ നോക്കടൂ. ബാലയുടെ അലർച്ചയിൽ നിന്നാണ് ഫോട്ടോയിലേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയത്. ഒരു അവതാരകൻ എന്ന നിലയിൽ ഹീറോയിൻസിനെ ക്ഷണിക്കാനുള്ള ചുമതല തനിക്കാണ്. അതിൻ്റെ ഭംഗിയായി എടുത്ത ഫോട്ടോ ആണിത്. ബാലുട്ട, ഇത് എൻ്റെ ജോലിയല്ലടാ. കണ്ട പെൺപിള്ളേരെ ചേർത്ത് പിടിക്കുന്നതാണോ ജോലി? അങ്ങനെയാണേ നിന്റെ ഏട്ടൻ നടിമാരെ പിടിച്ച് കിസ് ചെയ്യുന്നതോ? അതിൻ്റെ ഏട്ടൻ ഇതെൻ്റെ കെട്ടിയോൻ. ഇവളെ ഏതു നേരത്താണോ ആവോ പ്രേമിക്കാൻ തോന്നിയത്? നിങ്ങളിപ്പോൾ ആ നടിനെക്കുറിച്ചല്ലേ ഓർത്തത്? അല്ലേടാ, സത്യം പറയടോ. അവളെക്കുറിച്ചൊന്നുമല്ല, നിന്നെക്കുറിച്ചാണ് ഓർത്തത്. എന്നെക്കുറിച്ചോ? എന്തോർത്തത്? ഫസ്റ്റ് കിസ്. നാണില്ല മനുഷ്യ അങ്ങനെയുള്ളത് ഓർക്കാൻ. അങ്ങനെ സംഭവിച്ചത് കൊണ്ടല്ലേ നീ എൻ്റെ തലയിലായത്. ഏട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് കൊണ്ട്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും. പക്ഷേ ഇതൊക്കെ മാറ്റിവെച്ചാൽ നീ എൻ്റെ ബാലയല്ലാതാകും. ലവ് യു ഏട്ടാ. ജീവയുടെ നെറ്റിയിൽ ആദരങ്ങൾ പതിപ്പിച്ച് ബാല വീണ്ടും ആ വാക്കുകൾ പറഞ്ഞു. ലവ് യു ടു മൈ ലൈഫ്. നിമിഷനേരം കൊണ്ട് ബാലയെ താഴെയാക്കിക്കൊണ്ട് ജീവ അവളുടെ 2 വശത്ത് കൈകൾ കുത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ലജ്ജയിൽ കലർന്ന ബാലയുടെ മുഖം റെഡ് റോസിനെ അനുസ്മരിപ്പിക്കും വിധം ചുവന്നിരുന്നു. ചുവന്ന് തുടുത്തല്ലോ പെണ്ണേ, ഇങ്ങനെ നോക്കല്ലേ ഏട്ടാ, മിണ്ടല്ലേ. മിഴികൾ പരസ്പരം കുരുത്ത നിമിഷം, പ്രണയത്തിൽ അലിഞ്ഞു ചേരാൻ കൊതിച്ച നിമിഷം, ഇരച്ചിറങ്ങുന്ന AC-യുടെ തണുപ്പിനെ ആവോളം ആഹ്വായിച്ചുകൊണ്ട് ശരീരങ്ങൾ ചൂട് പടർന്നു. ജീവയുടെ മുഖം ബാലയുടെ കഴുത്തിൽ അമർന്നതും, കറക്റ്റ് ടൈമിങ്ങിൽ ആരോ വാതിൽ തട്ടുന്നു, നാശം പിടിക്കാനായിട്ട്. ചെന്ന് നോക്കേട്ടാ. വാതിൽ തുറന്ന് നോക്കിയതും ജീവയുടെ സ്വന്തം പിതാജി റിട്ടയർഡായിട്ട് വീട്ടിലിരുന്ന് ഡോറ കാണുന്ന കേണൽ മാധവൻ മേനോൻ. യൂട്യൂബിൽ സ്വന്തമായിട്ട് ചാനലുള്ള ബാലയുടെ അമ്മായിയമ്മ സിന്ധു. നിങ്ങളെന്താ ഇവിടെ? ഞാനിന്ന് എവിടെയാ മോനെ? നിനക്ക് വയ്യല്ലോ അതാ. കൊമ്പൻ മീശ വെച്ചുകൊണ്ട് ബുജിയുടെ ശബ്ദത്തിൽ പിതാശ്രീ ഉത്തരവിറക്കി. കേട്ട പാതി കേൾക്കാത്ത പാതി ബാല അമ്മയുടെ അടുത്തേക്ക് ഓടി. അച്ഛൻ്റെ നോട്ടത്തിന് മുന്നിൽ വേഗം തന്നെ ജീവ കിടക്കയിൽ വന്ന് കിടന്നു. ബവി, എന്താ ഏട്ടാ? മോളെ എഴുന്നേറ്റോ? ഏയ് ഇല്ല. അതെന്താ എഴുന്നേൽക്കാത്തേ? ഞാൻ പോയി വിളിച്ചില്ല. അതെന്താ വിളിക്കാത്തേ? സമയം കിട്ടിയില്ല, പണിയുണ്ടായിരുന്നു. ഇപ്പം നിനക്കെന്താ പണി? വെറുതെ ഇരിക്കുന്നു. എന്നാ പോയി വിളിക്കടി ചാരുവിനെ. സമയം 12 മണി കഴിഞ്ഞു. കെട്ടിക്കാനുള്ള കുട്ടിയാ. എൻ്റെ ദേവി, ഇങ്ങേർക്ക് ബാധ കയറിയോ? വിളിക്കടി, അവളെ എനിക്കിന്ന് കുറച്ച് ഉപദേശിക്കണം. വട്ട് തന്നെ മോളുടെ കയ്യിൽ നിന്ന് പകർന്നു എന്ന് തോന്നുന്നു. ബാസിമാമൻ്റെ ഉത്തരവനുസരിച്ച് ബവി ആൻറ്റി ചാരുവിൻ്റെ റൂമിൽ ഹാജരായി. മോളെ ചാരു, എഴുന്നേൽക്ക്. കുറച്ചു നേരം കൂടി. എഴുന്നേൽക്ക് മോളെ, അമ്മയുടെ പൊന്നല്ലേ. മോളുടെ അച്ഛന് വട്ടായിടാ, ഒന്ന് എഴുന്നേൽക്ക്. വട്ട് അത് മാത്രമാണ് കുട്ടി കേട്ടത്, കൂടെ ചെറിയൊരു തിരുത്തും. മോളുടെ അച്ഛൻ മോൾക്ക് വട്ടയപ്പം കൊണ്ടുവന്നു എന്ന്. തീറ്റയുടെ കാര്യം മനസ്സിൽ വന്നപ്പോൾ കുളിയും നനയും പല്ല് തേപ്പും കഴിഞ്ഞു വന്നു. ഹാളിൽ തന്നെ ഇരുന്ന് ന്യൂസ് കാണുന്ന അച്ഛൻ്റെ അടുത്ത് അമ്മ തന്നെ ബൂസ്റ്റ് കലക്കിയ ചായയും കൊണ്ട് ചാരു ഇരുന്നു. അച്ഛാ, മോള് വന്നോ? വന്നു. എവിടെ എൻ്റെ വട്ടപ്പം? വട്ടപ്പം ഇല്ലല്ലോടാ. ഇല്ലേ? സാരില്ല, അച്ഛൻ വാങ്ങിത്തരാട്ടോ. വാങ്ങിത്തന്നാൽ മതി. മോളെ, അച്ഛനൊരു കാര്യം പറയട്ടെ. പറയ്. മോളുടെ കല്യാണം തീരുമാനിച്ചില്ലേ? തീരുമാനിച്ചു. അതിനിപ്പോൾ എന്താ അച്ഛാ? നാളെയാണോ എൻ്റെ കല്യാണം? ആണേ പറയണേ. എനിക്കില്ലേ എൻ്റെ മുടിയൊക്കെ ക്ലിനിക് പ്ലസിൽ മുക്കാനുള്ളതാ. അതെന്തിനാ? മുടി പരന്ന് നിൽക്കാം. അച്ഛൻ്റെ മുടി വൈകിട്ട് സെറ്റാക്കി തരാമേ. മോൾ അടുക്കയിൽ കയറണം അമ്മയുടെ കൂടെ.
കയറുന്നുണ്ടല്ലോ. കറണ്ട് പോകുമ്പോൾ ഫോണിൽ ചാർജ് കഴിയുമ്പോൾ ഒക്കെ ഞാൻ അവിടെയാ. മിടുക്കി, അങ്ങനെ തന്നെ ആവണം പെൺകുട്ടികളായാൽ. മോളപ്പോൾ എത്ര വട്ടം അടുക്കളയിൽ കയറും? അങ്ങനെ ചോദിച്ചാ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ കഴിക്കാൻ തരും. ടി വി ഉള്ളതുകൊണ്ട് അതിൻ്റെ മുൻപിൽ പോയിരിക്കും. അത് കഴിഞ്ഞ ഫോൺ ചാർജ് കഴിയുമ്പോൾ ടി വി. അപ്പോഴേക്കും രാത്രിയാവും. പിന്നെ കിടന്നുറങ്ങും. ചുരുക്കി പറഞ്ഞ എൻ്റെ മോൾ അടുക്കളയിൽ കയറാറില്ല. മോള് പറമ്പിൽ പോവാറുണ്ടോ? മാങ്ങ പൊട്ടിക്കാൻ. മോള് പാവങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴൊരു കാര്യം പറയാൻ വിട്ടു. എന്താ മോളെ? മിനിഞ്ഞാന്നേ ഞാൻ പുറത്തു പോയില്ലേ? പോയി. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ആൾക്ക് ചില്ലറ കൊടുക്കാൻ. ധർമ്മം ചോദിച്ച് വന്നതാ. എൻ്റെ കയ്യിൽ ഒരു 5 രൂപ ഉണ്ടായിരുന്നു. അയാൾക്ക് ചില്ലറ മതിയല്ലോ. അതുകൊണ്ട് എൻ്റെ ഉള്ള 5 അയാൾക്ക് കൊടുത്തിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന 100ൻ്റെ നോട്ട് ഞാനെടുത്തു. ഇതല്ലേ അച്ഛൻ ഉദ്ദേശിച്ച ഹെൽപ്പ്? അയാൾ ചില്ലറ ചോദിച്ചു, ഞാൻ കൊടുത്തു. അതെ, അത് തന്നെ. എൻ്റെ മോൾക്ക് ഇത്രയും അറിവുണ്ടെന്നറിയാൻ അച്ഛൻ വൈകി. തുള്ളിച്ചാടി പോകുന്ന ചാരുവിനെ നോക്കി ആ പിതാവിരുന്നു. ആ നിമിഷം തന്നെ ടി വിയിൽ ന്യൂസ് വന്നു. ഭാസ്കരൻ മാഷ് നട്ട വാഴയൊക്കെ വളഞ്ഞും പുളഞ്ഞും വളർന്ന് കൊലയില്ലാതെ പോയി. അച്ഛാ, ഇങ്ങോട്ട് വാ, ഷാമ്പു ഇട്ട് തരാം. ഓ, വരുവാ.